ഈ വിളക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ തിരി തെളിയിക്കുന്നത്. സുധീർ സാർ സൂചിപ്പിച്ചതുപോലെ 40 വർഷങ്ങൾക്ക് മുമ്പ് 84-88 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളായ, അതായത് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ചേട്ടന്മാരും ചേച്ചിമാരുമായിട്ടുള്ള കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സ്റ്റേജിലിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവരിവിടെ കൂടാറുണ്ട്, അവരുടെ കലാപരിപാടികൾ നടത്താറുണ്ട്. ഈ കഴിഞ്ഞ വർഷം RLVയിലായിരുന്നു, ഈ വർഷം RLV കോളേജിൽ അവർ കൂടുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ അവർ പഠിച്ചിരുന്ന ഈ ഒരു കോളേജിൽ, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഇവരിൽ തന്നെയുള്ള ഒരു വ്യക്തി, ഇപ്പോൾ സൂചിപ്പിച്ചു ശ്രീ ശശികുമാർ അവർകൾ, അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കണമെന്നുള്ളൊരാഗ്രഹം പറഞ്ഞപ്പോൾ സത്യം ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ശരിക്കും ഈ ഇരിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒരു കലാപരിപാടികൾ നടത്താനായിട്ട് ഇതിൽ കുറച്ച് പേര് സജീവമാണ്. പ്രമോദ് സാറൊക്കെ സജീവമായിട്ടുള്ളവരാണ്, അതല്ലാതുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കോളേജിൽ ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഇവർ കാണിക്കുന്ന ഈ ഒരു മനസ്സ്, ഈ ഒരു അർപ്പണ മനോഭാവം, ഈ കോളേജിനോടുള്ള ആത്മാർത്ഥത, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളിൽ തന്നെ കുറച്ച് പേർക്ക് കോളേജ് എങ്ങനെയെങ്കിലും കോഴ്സൊന്നും മതിയാക്കിയാൽ മതി, കോഴ്സ് കഴിഞ്ഞ് പോയാൽ മതി എന്നാഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ കോളേജ് എന്താണ്, നമ്മുടെ കോഴ്സ് എന്താണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ്, ഈ കോളേജിൽ നിന്ന് പോയി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം ഹാർദമായ സ്വാഗതം അവർക്ക് ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സാറ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാ ആഴ്ചകളിലും ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു കച്ചേരി പ്രാക്ടീസ് പോലെ നടത്താറുണ്ട്. അത് വ്യാഴാഴ്ച തോറുമാണ് നടത്തുന്നത്. ഇന്ന് PG ഫൈനൽ ഇയർ സ്റ്റുഡൻസ് അവരുടെ കോഴ്സ് കഴിഞ്ഞ് പോവാറായി. ഇന്ന് അവരുടെ പ്രോഗ്രാം ഇതിന് ശേഷം നടക്കുന്നതായിരിക്കും. അപ്പോൾ ആഴ്ച കച്ചേരിക്കും ഇന്ന് തുടക്കമായി എന്നുകൂടി അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടികൾക്കെല്ലാം ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. പഠിച്ച വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. അതിന് കാരണഭൂതനായ ഞങ്ങളുടെ തന്നെ സഹപാഠിയായ ശ്രീ ശശി, അദ്ദേഹത്തിൻ്റെ കാഴ്ച പരിമിതിയുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികളുള്ള വ്യക്തിയാണ്. എങ്കിൽ കൂടിയും സംഗീതം തൻ്റെ ജീവവായുവാണ് എന്ന് അദ്ദേഹം നമുക്ക് തെളിയിച്ചു തരുന്ന ഒരുപിടി ഗാനങ്ങളാണ് ഇന്ന് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം നിങ്ങളുമായി ഒരു 2 വാക്ക് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ശ്രീ ശശിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഞങ്ങളുടെ ഈ സംഘത്തിൻ്റെ പേരിലുള്ള സ്വാഗതം ആദ്യമായി അർപ്പിക്കുകയാണ്. അതുപോലെ ഞാനിവിടെ പഠിച്ചുകൊണ്ടിരുന്ന എന്നെപ്പോലെ ഒരുപാട് ഈ കാഴ്ചപരിമിതിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ രീതിയിലുള്ള ഒരാളായിട്ട് എൻ്റെ സഹപാഠികൾ എന്നെ കണ്ടിട്ടില്ല. എനിക്ക് പണ്ട് മുതലേ എഴുത്തിനോടൊക്കെ വലിയ താല്പര്യമായിരുന്നു. അച്ഛൻ സംസ്കൃത അധ്യാപകനായിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസ്കൃതമാണ് അന്ന് നമ്മൾ പഠിച്ചത്. സെക്കൻഡ് ലാംഗ്വേജായിട്ട് ഞങ്ങൾ സംസ്കൃതമാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭാഷയോടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് നമ്മുടെ കോളേജിൻ്റെ 50ാം വാർഷികത്തിന് പ്രോഗ്രാം എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ഇങ്ങനെ ഇതുപോലെ മനസ്സിലിങ്ങനെ കുറിച്ചിട്ട കുറേ വരികളാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ചെറിയ പാട്ടുകളായിട്ട് രൂപീകരിക്കപ്പെട്ടത്. ഇത് അന്ന് ഞങ്ങളെ സംസ്കൃതം പഠിപ്പിച്ചത് ശാന്തകുമാരി ടീച്ചർ, നമ്മുടെ ശശികുമാർ സാറിൻ്റെ പെങ്ങൾ. പിന്നെ ശശിധനന്ദ സാറുണ്ടായിരുന്നു, സാറാണ് സംസ്കൃതം പഠിപ്പിച്ചത്. അപ്പോൾ ഇവരെയൊക്കെ കാണിച്ചു. പിന്നെ എൻ്റെ അച്ഛനെ ഞാൻ കാണിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇത് ട്യൂൺ ചെയ്യുന്നത്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരുടെ റൂമിലിരുന്ന്
ആണ് ഈ പാട്ട് ഞാൻ ട്യൂൺ ചെയ്തെടുത്തത്. കാരണം ഞാൻ ഇതിന് എൻ്റേതായ ഒരു കഴിവ് മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പലരുടെ അഭിപ്രായങ്ങൾ തേടി കൊള്ളാം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് ഞാൻ അത് അവതരിപ്പിച്ചത്. അന്ന് ഇത് അവതരിപ്പിച്ചപ്പോൾ അമ്പി ടീച്ചർ, സീതാകൃഷ്ണ ടീച്ചർ, അങ്ങനെ ഞാൻ പേരൊക്കെ പറഞ്ഞാൽ ചിലപ്പം മറന്നുപോകും. അവരെല്ലാവരും ഉണ്ടായിരുന്നു ഈ പരിപാടി. പക്ഷേ അന്ന് അത്ര എല്ലാവരും കേട്ടു. അന്ന് ഇത് റെക്കോർഡ് ചെയ്തെടുക്കാനുള്ളൊരു സംവിധാനമോ ഒന്നും നമുക്കില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങളുടെ ഗെറ്റ് ടുഗദറൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ പാട്ടുകൾ പാടും. നിങ്ങളുടെ പ്രൊഫസർ സുധീർ സാറും പ്രമോദ് സാറും ഇതെല്ലാം പ്രോത്സാഹനം നൽകി. കഴിഞ്ഞ ഏപ്രിലാണ്, അല്ല മെയ് മാസത്തിലാണ്, മെയ് മാസം 2-ാം തീയതിയാണ് തൃപ്പൂണിത്തുറ വെച്ചാണ് ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ നടത്തിയത്. അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ ഞാനൊരാഗ്രഹം പറഞ്ഞു, സത്യമായിട്ടും നമുക്കിങ്ങനൊന്ന് നമ്മുടെ കോളേജിലൊന്ന് അവതരിപ്പിച്ച, അല്ലാതെ ഈ സ്റ്റേജിൽ ഇനിയും നമുക്ക് കയറാൻ പറ്റത്തില്ല, അതിനുള്ള അനുമതിയില്ല. അപ്പോൾ അല്ല, അതെ സത്യമാണ്. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ മ്യൂസിക്കിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന് രമ പറഞ്ഞ സത്യമാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഈ കലാലയത്തിലെ എല്ലാ ഗുരുക്കന്മാരും എനിക്ക് വേണ്ട പ്രോത്സാഹനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ, അന്നുണ്ടായിരുന്നവരെല്ലാവരും, എൻ്റെ താഴെയുള്ള ബാച്ചുകാരും എൻ്റെ മേളിലുള്ള ബാച്ചുകാരും എല്ലാവരും എനിക്ക് വേണ്ട സഹായം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പാട്ടിനെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാനൊരു അതിപ്രശസ്തനായ കവിയൊന്നും അല്ലല്ലോ. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നേരം തോന്നിയ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് അനുഭവങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് എഴുതിയാലും അല്ലെങ്കിൽ പറഞ്ഞാലും പാടിയാലും തീരാത്ത അത്രയും സ്വാതിരുനാൾ മഹാരാജാവ് നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സൈഡിൽ പോലും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ കൂടി വന്നാൽ ഒരു 10, 15, 20 കൃതികൾ കൂടുതൽ അദ്ദേഹത്തിന് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്തേ.